നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 കളികളിൽ നിന്ന് 3 വിജയവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായി നിലനിർത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒഡീഷയ്ക്കെതിരെയുള്ള കളിയിൽ പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസും ഗോൾ കീപ്പിങ്ങും ഒക്കെ പരിതാപകരമായിരുന്നു. ഒടുവിൽ അറ്റാക്കിങ്ങിൻ്റെ മികവിലാണ് ബ്ലാസ്റ്റേഴ്സ് ആ മത്സരം വിജയിച്ച് കയറിയത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തെ വിശേഷിപ്പിക്കാൻ പറ്റിയൊരു വാക്ക് കഴിഞ്ഞ ദിവസം എക്സിലൂടെ ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വാർത്തകളൊക്കെ നോക്കുമ്പോൾ കണ്ടു. അതിങ്ങനെയായിരുന്നു: അറ്റാക്കിംഗ് നമ്മൾ തകർക്കും, ഫയർ ഇമോജി; ഡിഫൻസ് അവർ പൊളിക്കും, സാഡാവുന്ന ഇമോജി. ഇതാണ് സംഭവിക്കുന്നത്. അതാണ് സീസണിൽ ഉടനീളം നമ്മൾ കണ്ടിട്ടുള്ളതും. അറ്റാക്കിംഗ് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ ഡ്യൂപ്പറാണ്. അതേസമയം ഡിഫൻസോ പണി പാളുന്നത് പലവട്ടം നമ്മൾ കണ്ടു. ജയിക്കേണ്ട കളികൾ പലവട്ടം പരാജയപ്പെട്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ അറ്റാക്കിൻ്റെ ഭാഗത്ത് ഗോളുകൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലെയേഴ്സിൻ്റെ കാര്യം, പ്ലെയർ സ്റ്റാറ്റ്സ് നോക്കിയാൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ളതിൽ രണ്ടാമത് ബ്ലാസ്റ്റേഴ്സ് താരമുണ്ട് ഹീസൂസ് ഹിമെനസ്. അസിസ്റ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിലും ഏറ്റവും അധികം അസിസ്റ്റ് നൽകിയവരുടെ ലിസ്റ്റിൽ രണ്ടാമത് ബ്ലാസ്റ്റേഴ്സ് താരമുണ്ട് നോഹ് സദോയി. അതുപോലെ തന്നെ ഏറ്റവും അധികം ചാൻസ് ക്രിയേറ്റ് ചെയ്തവരുടെ ലിസ്റ്റ് എടുത്താൽ രണ്ടാമതും മൂന്നാമതും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ്. രണ്ടാമത് അഡ്രിയാൻ ലൂണ, മൂന്നാമത് നോഹ് സദോയി. ലൂണ 37 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ നോഹ് സദോയി 36 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറ്റാക്കിങ്ങിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ തന്നെയാണ്. എന്നാൽ മറ്റ് കണക്കുകൾ നോക്കുക, ക്ലീൻ ഷീറ്റുകൾ നോക്കുക. ക്ലീൻ ഷീറ്റിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഏറെ പുറകിലാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. 3 ക്ലീൻ ഷീറ്റുകളെ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളൂ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ക്ലബ്ബുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ളവരുടെ ലിസ്റ്റിൽ ബ്ലാസ്റ്റേഴ്സ് അധികമൊന്നും പുറകിലല്ലാതെ നിൽപ്പുണ്ട്. 26 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് 6ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയത് ഹീസൂസ് ഹിമെനസ് ആണ്. അദ്ദേഹം 10 ഗോളുകൾ നേടിയപ്പോൾ 7 ഗോളുകളുമായിട്ട് 2ാം സ്ഥാനത്ത് ആ കാര്യത്തിൽ നമ്മുടെ നോഹ് സദോയിയുണ്ട്. അതേസമയം ക്ലീൻ ഷീറ്റിൻ്റെ കാര്യം നോക്കുക. 8 ക്ലീൻ ഷീറ്റുകളുമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് ഒന്നാമത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കുറച്ച് ക്ലീൻ ഷീറ്റ് ഉള്ളവരുടെ ലിസ്റ്റിൽ രണ്ടാമതാണ്. അതായത് വെറും 3 ക്ലീൻ ഷീറ്റുകളെ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളൂ. ബ്ലാസ്റ്റേഴ്സിനും ഒഡീഷ എഫ് സിക്കും FC ഗോവക്കും പഞ്ചാബ് എഫ് സിക്കും ജംഷഡ്പൂർ എഫ് സിക്കും 3 ക്ലീൻ ഷീറ്റുകളേ ഉള്ളൂ. അപ്പം ഈ ഒരു ഡിഫൻസിൻ്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് താഴെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. നോക്കുക, ഇപ്പോൾ ഗോള് കൺസീഡ് ചെയ്തതിൻ്റെ കണക്ക് നോക്കുക. ഗോള് കൺസീഡ് ചെയ്ത കണക്ക്, ആ കണക്കിൽ ഈ സീസണിൽ ഏറ്റവും അധികം ഗോള് കൺസീഡ് ചെയ്തവരിൽ 2ാം സ്ഥാനത്തുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. ഏറ്റവും അധികം ഗോളുകൾ ഈ സീസണിൽ കൺസീഡ് ചെയ്തത് ഹൈദരാബാദാണ്, 30 ഗോളുകൾ. കേരള ബ്ലാസ്റ്റേഴ്സ് ആ കാര്യത്തിൽ രണ്ടാമത്, 27 ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ ഡിഫറൻസ് ഇപ്പോൾ -1 ആണ് എന്ന കാര്യവും ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ അറ്റാക്കിൻ്റെ മികവിൽ നമ്മളിപ്പോൾ ഇങ്ങനെ വിജയിച്ചു പോകുമ്പോഴും ഡിഫൻസിൻ്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. അത് പരിഹരിക്കാൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തുറന്നിട്ട് പകുതി സമയം കടന്നുപോയി. ഇതുവരെ അത്തരത്തിലുള്ളൊരു നീക്കവും നമ്മൾ കണ്ടില്ല. ഒരിക്കൽ കൂടി ആ വാചകം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലുടക്കി. എക്സിൽ കണ്ട പോസ്റ്റ് അതിങ്ങനെയാണ്: അറ്റാക്കിംഗ് നമ്മൾ തകർക്കും, ഡിഫൻസ് അവർ പൊളിക്കും. പക്ഷേ ഈ അവസ്ഥ മാറിയേ പറ്റൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.